ക്രിസ്മസ് ദിനങ്ങൾ പൊതുവെ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ്. മാത്രവുമല്ല, കൂടിച്ചേരലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ദിനങ്ങൾ കൂടിയാണത്. എന്നാൽ കിരാതമായ വഖഫ് നിയമത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ കഴിയുന്ന മുനമ്പം ജനതയുടെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കിടപ്പാടം വിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കിരാതമായ വഖഫ് നിയമം മുനമ്പം ജനതയെ കൊണ്ട് എത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ക്രിസ്മസിനോട് അടുക്കുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ ക്രിസ്മസ് ദിനങ്ങൾ എങ്ങനെയായിരിക്കും? 2024 ക്രിസ്മസ് ദിനത്തിൽ അവരുടെ ക്രിസ്മസ് സമരപന്തലിലായിരിക്കുമോ? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയായിരിക്കും അവരുടെ ക്രിസ്മസ് ദിനങ്ങളെന്ന്. ഞങ്ങളുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരാഘോഷവും ഇല്ല. വീട്ടില് ഭക്ഷണം തന്നെ വെക്കണ്ടെന്നുള്ള തീരുമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളുടെ ക്രിസ്മസ് വളരെ സങ്കടകരവും. ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഇടുന്ന സാധനമാണത്, അത് വെട്ടിക്കളഞ്ഞ്. കാരണം ഞങ്ങൾക്കിത് സ്വന്തമായിട്ട് ഇടണം, ഞങ്ങൾക്കില്ല, ക്രിസ്മസ് ഇല്ല. എൻ്റെ അമ്മ പോലും വിഷമിക്കേട് മോളെ കെട്ടിച്ചെടുത്ത് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞാൽ കെട്ടിച്ചത്. ഇപ്പൊ ഈ അവസ്ഥ സമരപ്പന്തലിലൊക്കെ പോയിരിക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഗർഭിണിയായിരിക്കണ എൻ്റെ മോള് ഇന്നാ നാളെന്ന് പറഞ്ഞ് പ്രസവത്തിരിക്കണേ. അതിനേക്കായിട്ട് ഞങ്ങൾ ഇവിടെ പോകും. ചേച്ചി, ഇപ്പോൾ വഖഫിന്റെ പ്രശ്നം നിൽക്കുന്നു, അതേസമയം മറ്റേ ക്രിസ്മസും വരാൻ പോവുകയാണ്. ഇത്തവണത്തെ നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരാഘോഷവും ഇല്ല. കാരണം എങ്ങനെ ആഘോഷിക്കാനാണ്? ഞങ്ങളുടെ വീടിപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിലിരിക്കുകയാണ്. ഇത് അവർ പറയണ വഖഫിൻ്റെ ആണെന്നാണ്. ഞങ്ങളെല്ലാ തെളിവും നിരത്തിയിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വഖഫിൻ്റെ ആണെന്നാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാനാണ്? നിരാഹാരം ഇരിക്കാനായിട്ടാണ് ഞങ്ങളുടെ തീരുമാനം. ഇനിയിപ്പോൾ ഇത് വിജയം കാണാണ്ട് ഞങ്ങൾക്ക് എന്തായാലും പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരാഘോഷവും ഇല്ല. ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പം ഞങ്ങൾക്ക് ദുഃഖത്തിൻ്റെതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ ഒരവസ്ഥ ഇതായിപ്പോയില്ലേ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ആഘോഷിച്ചത്. ഒരുപാട് ലൈറ്റൊക്കെ ഇട്ട് പുൽക്കൂടൊക്കെ കെട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ പുൽക്കൂടിൻ്റെ പണി തന്നെ തുടങ്ങേണ്ടതാണ്. ഈ പ്രാവശ്യം ഒന്നുമില്ല, പുൽക്കൂടും വെക്കണില്ല, നക്ഷത്രവും ഇടുന്നില്ല, ഒന്നും ചെയ്യണില്ല. വീട്ടിൽ ഭക്ഷണം തന്നെ വെക്കണ്ടെന്നുള്ള തീരുമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇവിടെ, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും നിരാഹാരിയിരിക്കാൻ പോണേണ്. പിന്നെ ഞങ്ങൾക്ക് ആകെ 2 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിനകത്ത് ഈ ചെറിയൊരു വീട് കെട്ടിയാൽ ആ തെർമോക്കോളിൻ്റെ വഞ്ചിയിലാണ് വല നീട്ടാനൊക്കെ പോണത്. ആ ഒരു ഞങ്ങളുടേതായ കൊച്ചു സന്തോഷത്തിൽ ഞങ്ങൾ ജീവിക്കണം. പക്ഷെ ഇപ്പം ഇത്രയും വലിയൊരു പ്രശ്നം വന്നപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വിഷമില്ലാതിരിക്കുമോ? എൻ്റെ പേര് പൗളി. എനിക്ക് 74 വയസ്സായി. ഈ വീട്ടിൽ പിന്നെ എൻ്റെ മോനും മോൻ്റെ ഭാര്യയും 2 മക്കളും ഞാനും. ഞങ്ങളുടെ ക്രിസ്മസ് വളരെ സങ്കടകരമാണ്. എല്ലാ കൊല്ലവും ഞങ്ങൾ സന്തോഷമുണ്ട് കഴിയണ. ഈ കൊല്ലം ഞങ്ങൾക്ക് സന്തോഷമില്ല, സങ്കടം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ക്രിസ്മസിന് ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇത് കണ്ട ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഇടുന്ന സാധനമാണത്, അത് വെട്ടിക്കളഞ്ഞ്. കാരണം ഞങ്ങൾക്കിത് സ്വന്തമായിട്ട് ഇടണം, അതിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾക്ക് സങ്കടം തന്നെയുള്ളു. ഞങ്ങൾ ഇത് കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. ആ ഭൂമിയിൽ ഞങ്ങൾക്ക് ഇന്ന് സ്വന്തമെന്ന് പറയാൻ ഞങ്ങൾക്കില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് തമ്പുരാനായ ഞങ്ങളെങ്ങനെ വരവേൽക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾക്കില്ല, ക്രിസ്മസ് ഇല്ല. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സമരപ്പന്തലിലായിരിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. എൻ്റെ മോളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചേക്കാണ്. പിന്നെ ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെവിടെ പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ.
എന്താണ് ക്രിസ്മസ്? ഞങ്ങളുടെ സന്തോഷവും എല്ലാം ഞങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്നതുകൊണ്ട് എല്ലാം സങ്കടമാണിപ്പോൾ. ഓരോ ദിവസവും വിഷമത്തോടു കൂടിയാണ്. ഞങ്ങളാരും സഹായിക്കാനില്ല. പള്ളിയിലാണെങ്കിലും അച്ഛനെല്ലാവരോടും എല്ലാ കാര്യങ്ങളും നല്ല സന്തോഷത്തിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യം എല്ലാവർക്കും നിരാശയാണ്. എന്താകും എന്നുള്ള ഒരു പേടി. ഞങ്ങളിങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് നടക്കണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാവർക്കും പേടിയാണ്. ഉറക്കമില്ല. എൻ്റെ മോളുടെ വിവാഹം അടുത്ത് തന്നെയാണ്. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മ പോലും വിഷമിക്കേട് മോളെ കെട്ടിച്ചു കൊടുത്ത് ഭൂമിയുണ്ടെന്നും പറഞ്ഞാൽ കെട്ടിച്ചത്. ഇപ്പം ഈ അവസ്ഥ സമരപ്പന്തലിലൊക്കെ പോയിരിക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. പ്രായമായ അമ്മയാണ്. സഹോദരന്മാർ സമരത്തിൻ്റെ കൂടെയൊക്കെ നടക്കും. അവരും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷം അവർ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വാ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒന്നിച്ച് സമരപ്പന്തലിൽ ഇരിക്കാൻ പോകണമെന്ന്. ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷമൊന്നും ഇല്ല. ഞങ്ങളുടെ ഈ ജീവിക്കണ ഈ സ്ഥലം തന്നെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ ഒരവസരത്തിൽ ഞങ്ങൾക്ക് എവിടെ നിന്നാണ് ക്രിസ്മസ് ആഘോഷം? ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷമൊന്നുമില്ല. ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയതാണിത്. 30 വർഷമായി ഞങ്ങളിത് വാങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ മേടിച്ച് കടവും വിലയൊക്കെ മേടിച്ച് ഈ പലിശയൊക്കെ എടുത്തുമൊക്കെയാണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയത്. പക്ഷെ ഞങ്ങളുടെ മോളുടെ ഒരു കല്യാണം ആവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ആധാരം വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇത് 4 ഇരട്ടി പലിശ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. കൊച്ചിൻ്റെ കല്യാണത്തിന് ആവശ്യത്തിനൊക്കെ വേണ്ടി മേടിച്ചത്. ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് കടങ്ങളുണ്ട്. അപ്പച്ചന് ഫിഷർമാനാണ് അപ്പച്ചൻ. ഇപ്പം അപ്പച്ചൻ 12 വർഷമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ ഇരിക്കണേന്. അതായത് ഈ ഫിറ്റ്സ് വന്നിട്ട് ഓർമ്മക്കുറവായി ആൾ കിടപ്പിലായിരുന്നു. എല്ലാം ട്യൂബ് വഴിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പച്ചൻ്റെ ചികിത്സാ ചെലവും എല്ലാം കടങ്ങൾ വാങ്ങിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും മരുന്നുണ്ട്. ഇതിന് ഓർമ്മയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണത് എന്താണെന്നാ പ്രവർത്തിക്കണം എന്താണെന്നൊക്കെ ഒരു ഓർമ്മയില്ല. നമ്മളപ്പോൾ ഒരാൾ എപ്പോഴും ചേരെ വേണം. അപ്പം ഞങ്ങൾ ഇപ്പം കടങ്ങളിൽ കിടന്ന് ഇതാണ് സമയത്ത് ഞങ്ങൾക്ക് എന്ത് ക്രിസ്മസ് ആഘോഷം? നമുക്കൊരു ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ഉണ്ണീശോന്റെ ജന്മമൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സൊക്കെ മുരടിച്ചിരിക്കണേന്. സത്യം പറഞ്ഞ മോളുടെ പ്രസവം എടുത്തിട്ട് ഇരിക്കണേന് എല്ലാം കൊണ്ടും മനുഷ്യന് ആകെ ടെൻഷനാണ്. നിങ്ങൾ പറ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ രോഗിയായി ഈ മനുഷ്യനായിട്ട് ഗർഭിണിയായിരിക്കണ എൻ്റെ മോള് ഇന്നാളെന്ന് പറഞ്ഞ് പ്രസവത്തിനിരിക്കണേന്. അതിനൊക്കെയായിട്ട് ഞങ്ങൾ ഇവിടെ പോകും. എൻ്റെ മോൾ എന്നോട് ചോദിക്കണമെന്ന് അറിയാം. അമ്മേ ഞാൻ പ്രസവിച്ചിറക്കണ നേരത്തെ ഞാൻ കുഞ്ഞിനായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നൊക്കെയാണ് ചോദിക്കണം അവള്. എൻ്റെ പേര് മേരി. 76 വയസ്സായി എനിക്ക്. ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു പിടുത്തവുമില്ല. ഞങ്ങൾ എവിടെ പോകാനാണ്? ഞങ്ങൾ ഈ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരിടത്തും പോകാനില്ല. ക്രിസ്മസിനൊക്കെ ഞങ്ങൾ ഇതല്ലേ വലിയ ക്രിസ്മസിന് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇതെല്ലാം ഈ സ്ഥലം കിട്ടുന്നത് മാത്രമേ ഞങ്ങൾക്ക് ക്രിസ്മസ് വലിയ പ്രശ്നമില്ലാത്തൊരു വിധത്തിലാണ് ഞങ്ങൾ ക്രിസ്മസ് ഏത് വെളിക്കൂടി പോകണം ഏത് തിരിച്ചെടുക്കണം ഞങ്ങൾക്ക് യാതൊരു പിടുത്തവുമില്ല. സാധാരണ ക്രിസ്മസ് ഞങ്ങൾ അടിപൊളിച്ചായിട്ട് ആഘോഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേർ ഇപ്പോഴും അത് മേടിക്കണം നക്ഷത്രം മേടിക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഭയങ്കര കളയാണ്. അപ്പോൾ അപ്പിച്ച ഇതായിട്ട് നിൽക്കണേ കൊച്ചിങ്കടപ്പനെ വിഷമത്തിൽ നിൽക്കണേ. ഞങ്ങൾക്ക് യാതൊരു നിർത്തിയുമില്ല. ഈ ക്രിസ്മസൊക്കെ ആഘോഷിക്കാനുള്ള ഒരു അന്തരീക്ഷമല്ല ഞങ്ങളുടെ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ. ഞങ്ങൾക്ക് ഈ കിടപ്പടം ഏറ്റവും ഇതായിട്ട് കിട്ടണമെന്നുള്ളത് ആഗ്രഹക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഇതില്ല. ഞങ്ങൾക്ക് കുടുംബം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പക്ഷെ മന്ത്രിമാര് കൈവിടണില്ലല്ലോ മക്കള്. ഞങ്ങൾക്ക് അടുത്ത കഷ്ടപ്പെടുകയാണ് കിടക്കുന്നത്. കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ലോണം ഞങ്ങൾ ആഘോഷിച്ചു. ഈ കൊല്ലോട് ഞങ്ങൾക്ക് ഇത് ആഘോഷം ഇല്ലാണ്ട് നിൽക്കണം. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ നല്ലോണം ആഘോഷിച്ചു. പക്ഷെ ഇത് അന്ന് ഡിപ്രഷനൊന്നും ഇടല്ല. 18-ലാണ് കരടക്കാൻ ചെന്നപ്പോഴാണ് ഇത് കരടപ്പിച്ചില്ല. പിന്നെ വേറെ ആളുകൾക്ക് സ്ഥലമൊന്നും പറഞ്ഞു എന്നിട്ടാണ് ഏതാണ്ട് പേര് പറയണ്ടായി. അതിൻ്റെ സ്ഥലമൊന്നും പറഞ്ഞിട്ട് അടുപ്പിച്ചിട്ടില്ല. ഞങ്ങളല്ല ഇവിടുന്ന് പിള്ളേരെ പഠിപ്പിക്കാനോ ഒക്കെ പോയിട്ട്. ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഇത് ഇങ്ങനെ. ഞങ്ങൾക്ക് ഇതൊന്ന് കിട്ടണം. ഈ മന്ത്രിമാർ വന്ന് ഇതൊന്ന് ഞങ്ങൾക്ക് കിട്ടുമെന്ന് അവർ കുറേ ആൾ പറയണം. കുറേ ആൾ പറഞ്ഞില്ല. ഇപ്പം പറയണുണ്ട് കുടിയിറക്കില്ലാന്ന്. കുടിയിറക്കാൻ ഞങ്ങൾ കുടിയന്മാരായിട്ടല്ലേ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചൊരു ഭൂമിയല്ലേ. ആറിപ്പോൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ണി പിറന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. പുലിക്കൂടും മറ്റൊക്കെ ഒന്നും ഉണ്ടാക്കി ഞങ്ങൾ പുലിക്കൂടൊക്കെ ഉണ്ടാക്കുന്നതാണ്. കാരണം അതൊന്നും വേണ്ട ഒന്നും പറഞ്ഞു നിൽക്കുക. ഇത്രയും ഇതുകളിൽ പാവപ്പെട്ടൊക്കെ കണ്ണീര്
ഒക്കെ ദൈവം കേൾക്കണു കാണണമൊക്കെ ഉണ്ട് ഇല്ലേ? അപ്പം പിന്നെ എന്തുട്ട് ക്രിസ്മസ് ഈ വരുമല്ലോ എന്തൊക്കെയാണ്, ആരൊക്കെ ഉണ്ടാവും, എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുമോ? ഈ കൊല്ലം സമരപ്പന്തലിലാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഒക്കെ. ഒന്നുമില്ല, ഇത് കിട്ടിയെങ്കിലല്ലേ മോനെ ഈ ഇതിനൊക്കെ ആഘോഷിക്കാൻ പറ്റുള്ളൂ. എന്താണ് വെച്ചാൽ നമ്മൾ പാവപ്പെട്ടവർക്ക് എന്ത് കിട്ടാനാണ് തരാം? ഇതൊക്കെ തരാണ്ട് പിടിക്കാണ്ട് ഞാൻ വേണ്ടി ഇത്രയും കടുംപിടുത്തം പിടിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ക്രിസ്മസ് ഞങ്ങൾ ഇത്തവണ നടത്തണില്ല. ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും കൂടി വിചാരിച്ച ക്രിസ്മസ് ഞങ്ങൾ ഇല്ല, ക്രിസ്മസ് ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കിടപ്പാടിലാണ് ഞങ്ങൾക്ക് എന്ത് ക്രിസ്മസ്. ഞങ്ങൾ എല്ലാവരും ഉപവാസമിരിക്കാന്നുള്ള സമരത്തിലിരിക്കാന്നുള്ള ഒരു ഇതിലാണ് ക്രിസ്മസിന്റെ അന്ന്. കഴിഞ്ഞ കൊല്ലം ഈ പ്രശ്നങ്ങൾ നടക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ഇതിന്റെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ആഴം എന്തെന്ന് മനസ്സിലാക്കണം. ഈ ക്രിസ്മസ് ഭയങ്കര വേദന തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ തവണയും മറ്റേ ഇതുകൾ അലങ്കാരങ്ങളും ലൈറ്റുകളും എല്ലാം ഇടുന്നതാണ്. ഇത്തവണ ഒരു വീട്ടിൽ ഞങ്ങളുടെ ഈ ഇതിൻ്റെതായ ഒരു വീടുകളിലും ഞങ്ങളുടെ ലൈറ്റോ ഒന്നുമില്ല. ക്രിസ്മസിൻ്റെ ഞാൻ അവിടെ പോയിരിക്കാൻ പോയി, സമരത്തിന് പോയിരിക്കാൻ പോയി. ഈ എലി ഇപ്പം 2-3 പ്രാവശ്യം എലി കടിച്ച്. എലി ഈ ഓടും പെരയാറിനെ ഇതാ എലി കടിച്ച്. പിന്നെ പെര ഇല്ല ഞങ്ങൾക്ക്. പെര ഇത് തന്നെ എത്ര 45 കൊല്ലമായ പെരയുണ്ട്. ഞങ്ങൾ പടിഞ്ഞാറ് താമസിച്ചാണ്. എന്നിട്ട് അവിടെ നിന്ന് വിറ്റിങ്ങോട്ട് പോന്നാണ്. പുതിയ വീടിനുള്ളത് പാസ്സായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞ് പാസ്സായിട്ട് പഞ്ചായത്ത് 4 ലക്ഷം പാസ്സായി. അപ്പോൾ ഈ ഇതൊക്കെ കൊണ്ട് വരച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ കിട്ടൂല്ലെന്ന് പറയുന്നത്. ആ വക്കപ്പിൻ്റെ ഇത് കാരണം. പിന്നെ എനിക്ക് ബാറ്ററി വെച്ചേക്കണേണ്, ഫേസ് ബാറ്ററി വെച്ചേക്കണേണ്. എനിക്കൊണ്ട് ആർട്ടിൻ്റെ ഇതാണ്. പിന്നെ ഇപ്പം ഇവിടെ പോയാണെങ്കിൽ മനമ്പത്ത് പോയാണെങ്കിൽ എറണാകുളത്തോട്ട് അമ്പലത്തിനാണ് കൊണ്ടുപോക്ക്. എൻ്റെ പേര് ബേർലി. എനിക്കിപ്പോൾ 61 വയസ്സായി. ഞങ്ങളുടെ ഈ തവണത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അവതാളത്തിലാക്കിയില്ലേ ഗവൺമെൻറ്. നമുക്കിതെല്ലാം ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും സമരത്തിനിരിക്കേണ്ട ഗതികേടിലായില്ലേ. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വെച്ച് ഞങ്ങൾ ഈ ഇവിടെയുള്ള എല്ലാ വീട്ടുകാരും ഇപ്പം ഇന്ന് എൻ്റെ വൈഫ് പോയി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ 2-3 പ്രാവശ്യത്തിന് മുമ്പ് ഇരുന്നതാണ്. എല്ലാവർക്കും ഗവൺമെൻറ് ഒരു ജോലി തന്നേക്കാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ സമരം ചെയ്യാനായിട്ട്. നമ്മളെന്താണ് ചെയ്യണത്? ഇത് നേടിക്കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ പുറകാണെന്നിട്ട് ഓരോ ഈ പാർട്ടിക്കാർ വന്നിട്ട് ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് പോണത്. നമുക്ക് ഒന്നും ഒരു വിശ്വാസം ഇപ്പോഴും തോന്നണില്ല. ഇപ്പോൾ ഗവൺമെൻറ് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അതും എന്താകുമെന്നൊന്നും നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഗവൺമെൻറ്റുകളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ. നമുക്ക് എന്തെന്നാണ് പറയാനുള്ളതിനകത്ത്? അത് അവർ എന്തെന്നാണ് ഇതിനെ പറയണത്? പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പൈസ കൊടുത്താൽ മേടിച്ച ഭൂമി ഇപ്പം നിങ്ങളുടേതല്ലെന്ന് പറയുമ്പോഴേ എന്താണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്? കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾക്ക് ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വിപുലമായിട്ട് ഇങ്ങനെ ഇത്രയും രൂക്ഷമാണിതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടുണ്ടായിരുന്നില്ല. ഇപ്പോഴല്ലേ അറിയണത് ഇത്രയും രൂക്ഷമാണിതെന്ന്. നമ്മളെ ശരിക്കും കൂച്ചുവലം കിട്ടേക്കണ മാതിരിയാണ്. ഒന്നിനും പറ്റണില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റണണ്ട ഞങ്ങൾക്ക്. ക്രിസ്മസ് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഞങ്ങൾ അവിടെ പോയി എല്ലാവരും പോയി സമരത്തിലിരിക്കും. ആ കൂട്ടത്തിൽ വരുന്നവരെല്ലാവരും ആ ക്രിസ്മസിൻ്റെ ഇതെന്തെന്നാ പറയണേ. ഇപ്പോൾ അവിടെ നടക്കുമ്പോൾ അറിയാൻ പറ്റുമത് എങ്ങനെയാണ്. എല്ലാവർക്കും ഒരു വേദനയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് വേദനയാണ്. അല്ലാണ്ട് അതൊരു സന്തോഷത്തിൻ്റെ ക്രിസ്മസ് നമുക്ക് പറയണത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആണ് പറയണത്. പക്ഷെ അത് നമുക്കില്ലല്ലോ. നമുക്ക് ഇപ്പം തുടങ്ങി വേദനയാണ്. വേദനയുടെ ഉള്ളിലായിരിക്കുള്ളൂ ഈ വർഷത്തെ ക്രിസ്മസ്. അതെങ്ങനെ പോകുമെന്നുള്ളത് എല്ലാവർക്കും വേദനയാണ്. ഓരോ വീട്ടിൽ ഒരാൾ പോയി അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് സമാധാനത്തിന് ഇരിക്കാൻ പറ്റും. ആ അവസ്ഥയാണ് ഇവിടെ. ഗ്രേസ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റാർ പുൽക്കൂട് ഇങ്ങനെ ഭയങ്കര ആഘോഷം. പള്ളിയിലായാലും ഭയങ്കര ഇതൊക്കെയാണ്. ഈ പ്രാവശ്യം ഇങ്ങനെ നടക്കണോണ്ട് തന്നെ നമുക്കത് ഇല്ല, ഒരു സന്തോഷം എന്ന് പറഞ്ഞൊന്നുമില്ല. ഒരു നിരാശ പോലെയൊക്കെയാണ്. ഇപ്പോൾ ആ വഖഫിൻ്റെ ഇത് നടക്കണോണ്ട് ഭയങ്കര പ്രശ്നമാണത്. അതെങ്ങനെയെങ്കിലും മാറ്റിയിട്ട് വേണം. കാരണം പഠിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ പൈസയൊക്കെ വേണം. ഇപ്പോൾ ചേച്ചി തന്നെ പഠിക്കാൻ പോയിട്ട് ഇപ്പോൾ തന്നെ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക്. ലോൺ എടുക്കാനാണെങ്കിൽ അത് ആധാരം കൊണ്ട് പണയം വെക്കാനൊക്കെ ഒന്നും പറ്റാത്ത അവസ്ഥ. എനിക്കാണെങ്കിലും ഇതേപോലെ പഠിക്കണമെങ്കിലും പൈസ വേണം. അപ്പോൾ ഇതൊക്കെ വെക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ്. അപ്പോൾ അത് ഗവൺമെൻറ് ശരിയാക്കണം, അല്ലാണ്ട് നടക്കൂലല്ലോ. ഞങ്ങൾ ഇത്രയും നാളൂടെ ജീവിച്ച വെച്ചാണല്ലേ ഇപ്പം ഞങ്ങൾക്ക് ഒരു അവകാശമില്ലെന്ന് പറയുമ്പോൾ അതെന്ത് അനീതിയാണ് ഈ കാണിക്കണത്? പിന്നെന്ന് പറഞ്ഞാൽ നമ്മ ജനിച്ച മണ്ണാണല്ലാന്ന് വെച്ചിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അത് ഒരു കാരണവശാലും ഒരു വഖഫിന് വിട്ടുകൊടുക്കൂല. ആര് വന്നാലും വിട്ടുകൊടുക്കൂല. വേദനയാണ്.
എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കണം. ഞങ്ങൾ കുടുംബമായിട്ടാണ് തീരുമാനിച്ച് ഇപ്രാവശ്യം ക്രിസ്മസിന് നമുക്ക് നക്ഷത്രം വേണം, ലൈറ്റും വേണം. ലൈറ്റൊക്കെ ഇരിപ്പുണ്ട്, നക്ഷത്രം വേണം, ലൈറ്റും വേണം, ഒന്നും വേണം. ഉപവാസത്തിനോടെ പോയി ഇരിക്കാന്ന് പറഞ്ഞേക്കാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടി പോയി ഇരിക്കാന്ന് പറഞ്ഞേക്കാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഇന്ന് ശക്തനാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പൊ അതിന്റെ പേരിൽ അത് കിട്ടും ഉറപ്പായിട്ടും. ഇവരെന്തൊക്കെ കിടന്ന് പറഞ്ഞാലും അത് അവർക്ക് കിട്ടൂല, അത് ഞങ്ങൾക്ക് തന്നെ കിട്ടും. ഞാനൊക്കെ ഇവിടെ വന്നിട്ട് ഇത്രയൊക്കെ വയസ്സായിട്ടും ഇപ്പം ഇത്രയും കാലം വരെ ഞങ്ങൾ ജീവിച്ചപ്പോൾ ഞങ്ങളുടെ മണ്ണായിരുന്നു. ഇപ്പം ഞങ്ങളുടെ എല്ലാം ഇത് വാട്ടപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് വല്ല സമാധാനമുണ്ടോ? വിഷമമുണ്ട്. അവരുടെ എന്ന് പറയണതിൻ്റെ ഞങ്ങൾക്ക് വിഷമമുണ്ട്. മരിക്കണേ മുൻപ് ഇത് സ്വന്തമാണെന്നുള്ളത് പറഞ്ഞു ഒന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണേന്. മോളുടെ പേരെന്താ? ജുവാന ആൻമരിയ. കഴിഞ്ഞ കൊല്ലമൊക്കെ ക്രിസ്മസ് നിങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചില്ലേ? ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ എങ്ങനെയായിരുന്നു അന്നത്തെ ക്രിസ്മസ്? എങ്ങനെയായിരുന്നു അന്നത്തെ ക്രിസ്മസ്? നല്ലതായിരുന്നു. ഇപ്പൊ വഖഫ് വന്നപ്പോ ഞങ്ങളുടെ ക്രിസ്മസും പോയി, എല്ലാം പോയി. എന്താ ക്രിസ്മസിന് എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞങ്ങ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വെച്ച് ഞങ്ങൾ സമരപ്പന്തലിൽ ഇരിക്കും. മോക്ക് എന്താ തോന്നുന്നത്? ഈ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ആഘോഷിക്കാൻ പറ്റുമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ വഖഫിന്റെ ഇതായതുകൊണ്ട് ഭൂമി ഇങ്ങനെ പോണോണ്ട് അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റത്തില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല രസമായിരുന്നു. ഗെയിമൊക്കെ ഉണ്ടായി, നല്ല രസമായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. വിഷമമുണ്ടോ ഈ കൊല്ലം ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റത്? നല്ലോണം വിഷമമുണ്ട്. നല്ലൊരു ചാൻസ് ആണ് പോണത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി പോകുമെന്നൊരു പേടിയുണ്ട്, നല്ല വിഷമമുണ്ട്. ഞങ്ങളുടെ ഭൂമി അവരുടെ ഭൂമിയാണെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല. ഞങ്ങൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ ഈ വഖഫിനെ ഞങ്ങൾ ഇതിലേക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമിനെ തിരിച്ചു വേണം. ഇതിവർ ചെയ്യുന്നത് വെറും ഒരു ചതിയല്ലേ ഞങ്ങളോട്? ഈ ഗവൺമെൻറ് അടിച്ചിറക്കിയേക്കണ ഈ മുദ്ര പേപ്പർ എന്ന് പറഞ്ഞ സാധനം അതെന്തിന് ഗവൺമെൻറ് അടിച്ചിറക്കിയതാണ്? ഞങ്ങൾക്ക് 35 കൊല്ലത്തേക്ക് മുൻപ് തന്നത്. ഈ ഗവൺമെൻറ് സ്ഥാപിച്ചേക്കണ സ്ഥാപനമാണ് നമ്മുടെ പുള്ളിക്കണ വില്ലേജ് ഓഫീസ്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ. ഇതിൽ നിന്നെല്ലാം രേഖയോടുകൂടിയാണല്ലോ ഞങ്ങൾ ഈ സ്ഥലം വന്നെടുത്തിരിക്കുന്നത്. ഈ ഭൂമിയിൽ നിൽക്കുന്ന ഒരു ഫലവൃക്ഷങ്ങളും അവരായിട്ട് വെച്ചുണ്ടാക്കിയതല്ല. ഇത് ഞങ്ങൾ തന്നെ പ്രയത്നിച്ചതാണ്. അപ്പം ഇവർ 35 കൊല്ലം 34 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭൂമി അവരുടേതാണെന്ന് അവർ പറയണത്? എന്ത് രേഖയാണ് അവരുടെ കയ്യിൽ ഇത് ഈ ഭൂമി അവരുടേതാണെന്നുള്ളത് തെളിയിക്കാനുള്ളത്? കുഴി കിടക്കണ വല്ലവരെയും കൊണ്ടുവന്നാലും അവരുടേതും ആവൂല ഈ ഭൂമി. ഇത് കടലമ്മ വെച്ച് കയറ്റിയ മണ്ണാണിത്. കടലിൻ്റെ മക്കളാണ് ഇവിടെ ജീവിക്കണവർ മുഴുവനും. ഇവരുടെ ഞങ്ങളുടെയൊക്കെ ഈ കണ്ണുനീരിൻ്റെ ഇത് ഇവരെവിടെ കൊണ്ടേ വെച്ച് തീർക്കും? സത്യത്തിനാണ് ഇന്ന് ഭൂമിയിൽ വില? അല്ല. കുറേ പണമുണ്ടെങ്കിൽ ആരെയും അടിച്ചമർത്തി എന്തും ചെയ്യാ എന്നുള്ള ജനവും അതിന് കൂട്ടു നിൽക്കുന്ന സർക്കാരും. എന്തെല്ലാം ആയാലും ശരിയാണ് മോനെ, ക്രിസ്മസ് ഇനിയും എൻ്റെ മക്കൾക്ക് ആഘോഷിക്കാൻ പറ്റും, ഞങ്ങളില്ലെങ്കിലും. പക്ഷേ ഈ ക്രിസ്മസ് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് ഞങ്ങൾ സ്വന്തമെന്ന് കരുതിയിരുന്ന ഞങ്ങളുടെ മണ്ണും ഞങ്ങളുടെ ഭവനവും ഞങ്ങളുടേതല്ല എന്നുള്ളൊരവസ്ഥയിലെത്തിയിരിക്കണത്. അപ്പം ഞങ്ങൾ എന്ത് ക്രിസ്മസ് ആണ് ആഘോഷിക്കണത്? എൻ്റെ പേര് യൂസി. എനിക്കിപ്പോൾ 64 വയസ്സായി. മത്സ്യബന്ധനമായിരുന്നു. ഇപ്പോൾ അത് പെൻഷനായിട്ട് ഇപ്പോൾ ആർബറിൽ മത്സ്യത്തിൻ്റെ ഇതിൽ കയറ്റി ഇറക്കുന്നതൊക്കെയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ക്രിസ്മസിന് ഞങ്ങൾ എല്ലാ കൊല്ലമൊക്കെ പുൽക്കൂടും നക്ഷത്രമൊക്കെ ഈ സമയത്തൊക്കെ ഇടാറുണ്ട്. ഈ പ്രാവശ്യം അതൊന്നും ഇടാനൊന്നും പറ്റണില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 65 ദിവസമായി ഇവിടെ തുടങ്ങിയിട്ട്. ഞാനപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാലത്ത് പോയി വൈകുന്നേരം വരെയൊക്കെ അവിടെ ഇരുന്ന് പിടിച്ച് പോരും. ഈ തവണത്തെ ക്രിസ്മസ് ഞങ്ങൾ പെരുന്നാളിന് അന്നത്തെ ദിവസം അവിടെ കാലത്ത് തുടങ്ങി 9 മണിക്കാണ് ഇരിക്കണം. 5 മണിയാകുമ്പോൾ സമരപ്പന്തലിൽ കുടുംബസഹിതം പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്രിസ്മസ് ഇത്തവണ ഇല്ലാതാക്കി. കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾ ഒരുവിധം നല്ലോണമൊക്കെ ആഘോഷിക്കണം. ഞങ്ങളൊക്കെ പേരക്കുട്ടികളെയൊക്കെ വിളിച്ച് നഷ്ടങ്ങളൊക്കെ കെട്ടി കേട്ടൊക്കെ ചെയ്ത് ഈ സമയത്തൊക്കെ അതിനൊക്കെ പണി തീരുന്നതാണ്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ നിരാശയിലിട്ടേക്കണം. കാരണം നാളെ എന്ത് സംഭവിക്കും പിടിക്കും എന്ന് അറിഞ്ഞുകൂടാ. വിഷമമുണ്ടല്ലോ, വളരെയേറെ വിഷമമുണ്ടല്ലോ. ഇത്രയും നാളുകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടാണല്ലോ. നമുക്ക് ഒന്നാമത്തെ ഒരു പെരയില്ല മോനെ. ഇത് കണ്ടില്ലേ, ഇതാണ് പെര. ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് അവിടെ കിടക്കാൻ നിവർത്തില്ല, പുറത്തിറങ്ങിക്കണം കുടയും ചൂടി. അതാണ് ഞങ്ങളുടെ അവസ്ഥ. എൻ്റെ പേര് ജിംസി. 25-ാം തീയതി ഞങ്ങൾ ഇടവക മൊത്തം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വഖഫിൻ്റെ പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പുറത്തുനിന്നുള്ള
ഹൈന്ദവരായിട്ടുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ സമരപന്തലിൽ ഇരുന്നിട്ട് നിരാഹാരം, ഒരു പ്രതിഷേധം പോലെ നിരാഹാരം ഇരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കണം. അതുകൊണ്ട് തന്നെ പള്ളിയിലത്തെ കുറേ ആഘോഷങ്ങളൊക്കെ തന്നെ ഞങ്ങൾ മാറ്റി വെച്ചേക്കണേന്ന്. അതായത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നല്ല സന്തോഷമുള്ളൊരു ക്രിസ്തുമസ് ആയിരുന്നു. യൂണിറ്റ് തലത്തിലായാലും ക്രിസ്തുമസ് ആഘോഷം നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. ഈ പ്രാവശ്യം കണ്ട ഞങ്ങളുടെ പള്ളിയുടെ മുറ്റം തന്നെ ക്രിസ്മസ് ട്രീക്ക് പകരം ഒരുപാട് ഞങ്ങൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് വന്ന ഒരുപാട് ഫ്ലെക്സുകളും ബാനറുകളും കൊണ്ട്, കൊടികളും ബാനറുകളൊക്കെ കൊണ്ട് നിറഞ്ഞേക്കണേണ്. അടുത്ത ക്രിസ്തുമസ് എങ്കിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ നടത്തുവാനായിട്ട് ഈ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും തന്നെ കണ്ണു തുറക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഈ വർഷം 2024 ക്രിസ്മസ് ഏറെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഈ മുനമ്പം, കടപ്പുറം, വേളാങ്കണ്ണി മാതാപ്പള്ളിയിലെ ഈ വഖഫിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടേതല്ല, 10-30 വർഷങ്ങളോളം ഇവിടെ ഞങ്ങൾ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ഭൂമി ഞങ്ങളുടേതല്ല എന്നും അത് വഖഫ് രജിസ്റ്ററിൽ ആയിരിക്കണമെന്ന ആ അവസ്ഥ മനസ്സിലാക്കിയത് മുതൽ ഞങ്ങൾ സമരത്തിലായിരുന്നു. ഇന്നിപ്പോൾ 65-ാം ദിവസമായി. അപ്പോൾ ഈ വർഷം ക്രിസ്മസിന് ഇവിടെ 440 കുടുംബങ്ങളാണ്, ക്രൈസ്തവ കുടുംബങ്ങളാണ് ഇടവകയിലുള്ളത്. ഓരോ കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തി അന്ന് നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്നും പലരും വന്ന് പങ്കെടുക്കാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിരാഹാര സമരം ഇരിക്കുന്നത് ഞങ്ങളുടെ സന്തോഷമല്ല. കാരണം ഞങ്ങൾ ഏറെ വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥാപിച്ചപ്പോഴും ഞങ്ങൾ അപേക്ഷിച്ച ഈ ഒരു പ്രശ്നം ക്രിസ്മസിന് മുമ്പ് ഞങ്ങൾക്ക് തീർത്ത് തരികയാണെങ്കിൽ ഞങ്ങൾക്കൊരു വലിയൊരു ക്രിസ്മസ് സമ്മാനമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ക്രിസ്മസ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേദനയുള്ളൊരു ക്രിസ്മസ് ആണ്. കാരണം എപ്പോഴും നമ്മളൊരു ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാറുള്ളത്, ഒരിക്കലും നമ്മൾ സാഡ് ക്രിസ്മസ് എന്ന് പറയാറില്ല. പക്ഷേ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരുടെ നിസ്സഹായ അവസ്ഥകളും ഈ ഒരു നിയമത്തിൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥകളാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. മുനമ്പത്തെ ഏതാനും ചില വീടുകളിലേക്കാണ് ഇന്ന് ഷെക്കിന ന്യൂസ് എത്തിയത്. പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ മിക്ക വീടുകളിലും നക്ഷത്ര വിളക്കുകളോ പുൽക്കൂടുകളോ ഒന്നും തന്നെ നിർമ്മിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ള സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഷെക്കിന ന്യൂസിന് കാണാൻ സാധിച്ചത്. മുനമ്പം ജനതയെ സംബന്ധിച്ച് ഏറെ വേദന നൽകുന്ന ഒരു ദിവസമായിരിക്കും ക്രിസ്മസ് ദിനം എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ ഓർക്കുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് അദ്ദേഹം 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ 3ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് അദ്ദേഹത്തിന്റെ 2 കൈകളും ഇടണം എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി നൽകിയിരുന്നത്. എന്തിനാണെന്നല്ലേ, ഇത് കാണുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കണം, ഭൂമിയിലേക്ക് വന്നത് വെറും കൈയോടെയാണ്, തിരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതും വെറും കൈയോടെയാണ് എന്ന് ഇത് കാണുന്നവർ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് താൻ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് എന്നാണ് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞിരുന്നത്. ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് സ്ഥലങ്ങളും വെട്ടിപ്പിടിച്ച ഒരു വ്യക്തിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. വഖഫ് നിയമത്തെ അനുകൂലിക്കുകയും വഖഫ് നിയമത്തിന് കുടപിടിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് അലക്സാണ്ടർ ചക്രവർത്തി. മുനമ്പം ജനതയ്ക്ക് ക്രിസ്മസ് ആഘോഷം ഇല്ലെങ്കിലും അവരുടെ മനസ്സിൽ ഉണ്ണിപ്പിറക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ അടുത്ത ക്രിസ്മസ് എങ്കിലും നല്ലൊരു രീതിയിൽ ആഘോഷിക്കാൻ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സദ്വാർത്തയുമായി വന്ന ദൈവകുമാരൻ്റെ പിറന്നാൾ ദിനം ഏറെ സന്തോഷത്തോടെ ആഘോഷിക്കാൻ വരും വർഷങ്ങളിലെങ്കിലും മുനമ്പം ജനതയ്ക്ക് സാധിക്കട്ടെ. അതിന് നീതി നടപ്പിലാക്കണം എന്നൊരു വസ്തുത കൂടിയുണ്ട്. നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടവർ അത് നടപ്പിലാക്കി കൊടുക്കും എന്ന് തന്നെ കരുതുന്നു. അവരുടെ കണ്ണുകൾ തുറക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുനമ്പത്ത് നിന്നും ഇമ്മാനുവലിനും നെവിലിനുമൊപ്പം അനു തങ്കച്ചൻ, ഷെക്കിന ന്യൂസ്.